രാജ്യം 75ാമത് റിപ്പബ്ലിക് ഇന്ന് ആഘോഷിച്ചു. അപ്പോൾ എൻ്റെ ഒരു സംശയം, നമ്മുടെ രാജ്യത്ത് ഭരണ സംവിധാനത്തിൻ്റെ അവിഭാജ്യ ഘടകം തന്നെയാണ് നിയമവാഴ്ച എന്ന് പറയുന്നത്, നീതി നിർവഹണം. നമുക്ക് കോടതികൾ ഒരു ഹയറാർക്കി തന്നെയുണ്ട്, സുപ്രീം കോടതി വരെ എത്തുന്ന കോടതികൾ. ഇതിലൂടെ കോടതികളിൽ പ്രതികളാക്കപ്പെടുന്നവരുണ്ട്, വിട്ടയക്കപ്പെടുന്നവരുണ്ട്, ശിക്ഷിക്കപ്പെടുന്നവരുണ്ട്. ഈ ശിക്ഷിക്കപ്പെടുന്ന ആളുകളെല്ലാം ജയിലുകളിൽ കഴിയുന്നുണ്ടോ, അതോ ഇനി സ്വാധീനമുള്ളവർക്ക് ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നുണ്ടോ? ഇതോർക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് കേരളത്തിലെ കാര്യം ഓർക്കും. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ എല്ലാം പുറത്ത് കൊടിസുനി ഇപ്പോൾ പുറത്താണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൂടെ വെച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ പണവും സ്വാധീനവും ഉള്ളവർക്ക്, മുന്തിയ അഭിഭാഷകരെ ഹയർ ചെയ്യാൻ പറ്റുന്നവർക്ക് ഇപ്പോഴും നീതി എന്ന് പറയുന്നത് അവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു അസുലഭ അവസരമാണ്. അത് സുനിൽ സംഭാഷണം തുടങ്ങുന്നത് ഭരണഘടനയുടെ 75 പറഞ്ഞുകൊണ്ടാണ്. ഭരണഘടന ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ്. ഇതിനകത്തൊരു ചോദ്യം നമുക്ക് വേറൊരു തരത്തിലാക്കുകയാണെങ്കിൽ, ഈ നമ്മൾ ഇന്ത്യക്കാർക്ക് ഇന്ത്യയുടെ ലെജിസ്ലേച്ചറിൽ, നിയമനിർമ്മാണ സഭകളിൽ, പിന്നെ നിയമവ്യാഖ്യാന കേന്ദ്രങ്ങളിൽ, കോടതികളിൽ നിയമ എക്സിക്യൂട്ടീവിൽ നിയമനിർവഹണ സംവിധാനത്തിൽ, ഇതെല്ലാം കഴിഞ്ഞാൽ മാധ്യമങ്ങളിൽ, ഫോർത്ത് എസ്റ്റേറ്റാണ് ഈ 4 കാര്യങ്ങളിൽ. ഈ 4 കാര്യങ്ങളിൽ എത്ര ജനവിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ട് എന്ന ചോദ്യം പ്രസക്തമാണ്. ഇതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. അതിൽ ഏറെക്കുറെ നീതി പുലർത്തപ്പെട്ടിരിക്കുന്നത് ഒരു സംശയവും വേണ്ട ലെജിസ്ലേച്ചറിലാണ്. നിയമനിർമ്മാണ സഭകളിലേക്ക് ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെടുന്ന പല വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. പക്ഷേ ബാക്കി രംഗങ്ങളിലോ? അതിപ്പോൾ സുപ്രീം കോടതി തന്നെ ഒരു കൺഫഷൻ നടത്തിയിട്ടുണ്ട്. കൊളീജിയം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉള്ളതുകൊണ്ട് അവർ ജഡ്ജിമാരുടെ ബന്ധുക്കളെയൊക്കെ നമ്മൾ നിയമിച്ചുകൊണ്ടിരിക്കുന്നു, ഇനി അതിനൊരു മാറ്റം വരണമെന്ന് ഒരു സ്വയം വിമർശനപരമായി സുപ്രീം കോടതി പറഞ്ഞിട്ട് 1 മാസം കഴിയുന്നില്ല. അത് വെറുതെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. വെറുതെ പറയുകയെങ്കിലും ചെയ്തല്ലോ, പറയുകയെങ്കിലും ചെയ്ത അത്രയും നല്ല കാര്യം. ഞാൻ ചോദിക്കുന്ന വേറെ ഒരു രംഗത്തുമില്ല. നമ്മൾ കൊട്ടിഘോഷിക്കുന്ന മാധ്യമങ്ങളുണ്ടല്ലോ, മാധ്യമ മുറികൾ, അതിൽ നമ്മുടെ രാജ്യത്ത് ഈ വി ദ പീപ്പിൾ എന്ന് പറയുന്ന സങ്കല്പത്തിനെല്ലാം റെപ്രസെൻറ്റേഷൻ ഉണ്ടോ? ഇല്ല. നിങ്ങൾ മാധ്യമങ്ങൾ എടുത്തു നോക്ക്. മാധ്യമങ്ങളിലെ ആരാണ് ഏറ്റവും കൂടുതൽ സ്വാധീന ശക്തിയോടുകൂടി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും ആരായിരിക്കും? എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, നിങ്ങൾ മാധ്യമ പ്രവർത്തകനല്ലേ, കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിൽ എത്രയോ ചാനലുകളുണ്ട്, ടെലിവിഷൻ ചാനലുകളുണ്ട്. ഒരൊറ്റ ടെലിവിഷൻ ചാനലിൽ സ്കിൻ ടോൺ കറുത്തതായ ഒരു പെൺകുട്ടിയെ കാണിക്കാമോ? വലിയ പ്രയാസമാണ്. വാർത്ത വായിക്കുന്ന ആങ്കറായിട്ട് വരുന്ന. അത് മാത്രമല്ല, ഈ സാമ്പത്തിക രംഗത്ത് ഇപ്പോൾ കേരളം ഭയങ്കര പുരോഗതിയാണെന്നാണല്ലോ പറയുന്നത്. കേരളം മാതൃകയാണ്, കണ്ടുപഠിക്കണം എന്നാണല്ലോ പറയുന്നത്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ എറണാകുളം നഗരത്തിൽ ഷെഡ്യൂൾ കാസ്റ്റിൻ്റെ എത്ര വ്യാപാര സ്ഥാപനങ്ങളുണ്ട്? വെറുതെ ഒന്ന് അന്വേഷിച്ച് നോക്ക്. ഇല്ല. നമ്മളങ്ങനെ അത് ജാതി നോക്കാറുണ്ടോ? അല്ല, നോക്കണ്ടേ? നോക്കുന്നതല്ലേ കുഴപ്പം? അല്ല, നോക്കാതിരിക്കുന്നതാണ് കുഴപ്പം. ഇഫ് ദർ ഈസ് എ മെത്തേഡ് ഇൻ ദാറ്റ് മാഡ്നെസ്, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വൈ ആൻഡ് വാട്ട് ദാറ്റ് മാഡ്നെസ് ഈസ്. വേണ്ടേ? എന്തുകൊണ്ടാണ് ഒരു വിഭാഗത്തിൽപ്പെട്ടവർ മാത്രം ഈ രംഗത്തേക്ക് വരികയും മറ്റു വിഭാഗത്തിൽപ്പെട്ടവർക്ക് വരാൻ കഴിയാതെ പോവുകയും ചെയ്യുന്നത് എന്ന ചോദ്യം പ്രസക്തമല്ലേ? ആ ചോദ്യത്തിനൊരു ഉത്തരം വേണ്ടേ? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ഭരിക്കുന്നത് മാത്രമല്ല, എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഭരണത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ പ്രാതിനിധ്യം കിട്ടുന്നത് കൂടിയാണ് ജനാധിപത്യം. അതുകൊണ്ടാണ് അംബേദ്കർ തൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് വി ഹാവ് ടു ഗോ ബിയോണ്ട് പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറഞ്ഞത്. രാഷ്ട്രീയ ജനാധിപത്യം മാത്രം പോരാ, നമുക്കതിനപ്പുറത്തേക്കും പോകണം.
അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെല്ലാം ഈ പ്രാതിനിധ്യം വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? ഈ ചോദ്യത്തിന് ഉത്തരം വേണ്ടേ? അപ്പോൾ ഇത് ഭരണഘടനയുടെ 75 വർഷം നമ്മൾ ആഘോഷിച്ച് തീരുമ്പോഴും ഈ ചോദ്യം അവശേഷിക്കുകയാണ്. ഇവർക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല? മാധ്യമങ്ങളെല്ലാം പറയുമ്പോൾ മാധ്യമങ്ങളിൽ എത്ര ശതമാനം പേർക്ക് ഇവർ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്? ഞാൻ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒന്നും പേര് പറയുന്നില്ല. പക്ഷേ അവിടെയെല്ലാം എത്ര ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബുകൾ വന്നിട്ടുണ്ട്? വളരെ 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 എത്ര മൈക്രോ മൈനോറിറ്റി പോലും ഇല്ല. എത്ര പിന്നാക്കക്കാർ വന്നിട്ടുണ്ട്? OBC എത്ര എണ്ണം വന്നിട്ടുണ്ട്? വളരെ കുറവല്ലേ വന്നേക്കണം. അങ്ങനെ ഒരു കണക്കെടുപ്പ് നടന്നിട്ടുണ്ടോ? കണക്കെടുപ്പ് നിങ്ങളെടുത്ത് നോക്ക്. പ്യൂണായിട്ട് ആരെങ്കിലും നിൽക്കുന്ന കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഓഫീസിലൊരു പ്യൂൺ ഉണ്ടെന്ന് പറയരുത് എൻ്റെ അടുത്ത്. ദയവ് ചെയ്തിട്ട് അത് പറയരുത്. ഞാൻ ചോദിക്കുന്നത് മെയിൻ സ്ട്രീം മീഡിയ അല്ല, മെയിൻ സ്ട്രീം മീഡിയയിൽ എന്താണ് വാർത്തയെന്ന് നിശ്ചയിച്ചുകൊണ്ട് ആ വാർത്തക്ക് പ്രചരണം കൊടുക്കാവുന്ന ശക്തമായ പൊസിഷനിൽ ആരെങ്കിലും സീറ്റുകളിലുണ്ടോ? എൻ്റെ അറിവിലില്ല. ഞാൻ തിരുത്താൻ തയ്യാറാണ്. തിരുത്തപ്പെടുന്നതിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ഒരുത്തനാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇനി സുനിൽ കുമാർ ഗുപ്ത എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ടൈംസ് ഓഫ് ഇന്ത്യയിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം 35 വർഷം തിഹാറിൽ ജയിലറായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം പറയുന്നുണ്ട്. ജയിലിൽ കഴിയുന്നവരിൽ മഹാഭൂരിപക്ഷം പേരും ദരിദ്രരും ദളിതരും പിന്നാക്ക ജനവിഭാഗങ്ങളുമാണ്. അല്ലാത്തവരെല്ലാം ജയിലിന് പുറത്തേക്ക് പോകാറുണ്ട്. അവർ കുറ്റവാളികളാകുന്നില്ല എന്നല്ല പറഞ്ഞതിനർത്ഥം. പക്ഷേ ജയിലിൽ കഴിയേണ്ടി വരുന്നില്ല. അതിൻ്റെ കാരണം എന്താ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയുന്നുണ്ട്. കാശ് കൂടിയ വക്കീലന്മാരെ വെച്ച് കേസ് നടത്താൻ അവർക്ക് കഴിവുണ്ട്. അവർക്ക് സുപ്രീം കോടതി വരെ പോകാം. ഈ കിടക്കുന്നവർക്ക് സുപ്രീം കോടതി പോയിട്ട് ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി ഒരു വക്കീലിനെ വെക്കാൻ കെൽപ്പില്ലാത്തവരാണ്. അപ്പോൾ നമ്മുടെ ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റത്തിൻ്റെ ഒരു പോരായികയല്ലേ ഇത്? പക്ഷെ അവിടെ എനിക്കൊരു ജോയിൻ്റർ ഉണ്ട്. ചിലപ്പോൾ ക്വാളിറ്റിയുടെ പ്രശ്നം ഉണ്ടായിരിക്കും. എന്നാൽ പോലും സ്റ്റേറ്റ് ബ്രീഫിന് അവസരം ഉണ്ടല്ലോ. സർക്കാർ അഭിഭാഷകനെ വെച്ചു കൊടുക്കുമല്ലോ. സർക്കാരിനൊരു അഭിഭാഷകനെ വെച്ചു കൊടുക്കും. ആ അത് പണ്ടൊരു ഇത് പറഞ്ഞില്ലേ, മജിസ്ട്രേറ്റ് ചോദിച്ചേ, 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ തിരുമേനിയെ നിങ്ങൾക്കൊരു വക്കീലിനെ കിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ തിരുമേനി പറഞ്ഞ് ആ 5 രൂപയ്ക്ക് കിട്ടുന്ന വക്കീലന്മാരെല്ലാം ഇപ്പോൾ മജിസ്ട്രേറ്റുമാരായി, അത് കാരണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങളിത് പറയുമ്പോൾ വക്കീലിൻ്റെ പേഴ്സണാലിറ്റിയും അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിങ്ങും പരിഗണിച്ചുകൊണ്ട് ഹിയറിംഗ് കൊടുക്കുന്നൊരു കോടതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് യാത്രയിലൊക്കെ പോകുന്ന സമയത്ത് സുപ്രീം കോടതി ലൈവ് കാണാറുണ്ട്. അല്ല, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ചില അഭിഭാഷകർ സീനിയേഴ്സ് വരുമ്പോഴത്തേക്ക് കേസുകൾ അതിൻ്റെ സീനിയോറിറ്റി മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് എടുക്കും. അപ്പോൾ അവിടെ ഒരു നിയമവും ഇല്ല. എന്ത് പ്രാധാന്യം കൊടുത്തിട്ടാണ് ഒരു സീനിയർ വരുന്നതിൻ്റെ കേസ് എടുക്കുന്നത്? എന്ത് പ്രാധാന്യമാണ് അതിനകത്തുള്ളത്? എന്ത് ജനാധിപത്യ സങ്കല്പമാണ് അതിനകത്തുള്ളത്? രാത്രി 12 മണിക്ക് സുപ്രീം കോടതി കൂടിയിട്ടുണ്ടല്ലോ. അതെ, സുപ്രീം കോടതി 24 മണിക്കൂറും ഫംഗ്ഷനിലാണെന്നാണ് അന്ന് പറഞ്ഞത്. പക്ഷേ ഏതെങ്കിലും ഒരു ദരിദ്രൻ്റെ പ്രശ്നത്തിന് സുപ്രീം കോടതി അങ്ങനെ സമയം കണ്ടെത്തുക? ഇല്ല. സുപ്രീം കോടതിയിൽ നിങ്ങൾക്ക് ഇന്നത്തെ നിലക്കൊരു കേസ് വാദിച്ച് അതിൻ്റെ ഒരു പരിസമാപ്തിയിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 50 ലക്ഷം രൂപയെങ്കിലും വേണം. വാ തുറന്നാൽ സോഷ്യലിസവും ജനാധിപത്യവും മതേതരത്വവും ആവശ്യത്തിലേറെ പറയുന്ന നമ്മുടെ പ്രഗത്ഭരായ അഭിഭാഷകരില്ലേ സുപ്രീം കോടതിയിലുള്ളത്? 25 ലക്ഷത്തിൽ കുറഞ്ഞവരാരും ഇല്ല അതിനകത്ത്. ഏത് ഭൂഷണായാലും 25 ലക്ഷത്തിൽ കുറഞ്ഞവരാരുമില്ല. എന്നാൽ സോഷ്യലിസ്റ്റാണ്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് എങ്ങനെയാണ് നീതി നടപ്പിൽ വരുത്തപ്പെടുന്നത്? ജസ്റ്റിസിൻ്റെ ഡെലിവറി സിസ്റ്റം വേണ്ടേ? നിയമം ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള സാധാരണ മനുഷ്യരില്ലേ, അവരിലേക്ക് ഇതെത്തണ്ടേ?
എവിടെയാണ് എത്തുന്നത്? ഇപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് നമ്മൾ റിപ്പബ്ലിക്കായി 75 വർഷം കഴിഞ്ഞെങ്കിലും നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര അല്ല, അംബേദ്കർ അന്ന് നടത്തിയ ഒരു വാണിംഗ് ആണ്, വി ഹാവ് ടു ഗോ ബിയോണ്ട് പൊളിറ്റിക്കൽ ഡെമോക്രസി. അതിനപ്പുറത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല. നമ്മൾ അവിടെ തന്നെ അംബേദ്കർ പറഞ്ഞെടുത്ത് നിൽക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഇത്രയും കാലം 75 കൊല്ലക്കാലത്തെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പിന്നാക്ക ജാതിക്കാരൻ പ്രധാനമന്ത്രിയായത് ഇപ്പോഴാണ്. മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ പിന്നാക്കമുള്ള ഒരു രാജ്യത്ത് ഒരു പിന്നാക്കക്കാരൻ പ്രധാനമന്ത്രിയാകുന്നത് ഇപ്പോഴാണ്. അതുതന്നെ നമ്മുടെ ഈ ഒരു സമൂഹത്തിലെ ചില ലെയറുകൾക്ക് അങ്ങ് സൂഹിക്കുന്നില്ല. അല്ല, ഇപ്പോഴും സൂചിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ചായക്കടക്കാരൻ പ്രധാനമന്ത്രിയായി എന്ന് ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോഴും ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷന് ശുദ്ധിയില്ല. എന്തൊക്കെയാണ് മോദിക്കെതിരെയുള്ള ആരോപണം? ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ ശുദ്ധമല്ല. പിന്നെ ഇവരുടെയൊക്കെ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ വളരെ ഗംഭീരമല്ല, വളരെ ഗംഭീരമാണ്. സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്നതല്ലേ, വൺ ഡേ മൈ ക്ലൈൻറ്റ് കല്യാണിക്കുട്ടി ടേക്ക് വെട്ടുകത്തി എന്ന് പറയുന്നതാണല്ലോ ഇംഗ്ലീഷ്. അപ്പോൾ വൺ ഡേ മൈ ക്ലൈൻറ്റ് കല്യാണിക്കുട്ടി ടുക്ക് വെട്ടുകത്തി എന്ന് പറയുന്നത് ഇംഗ്ലീഷാണല്ലോ. മോദിയെക്കുറിച്ച് എന്തെല്ലാം ആക്ഷേപങ്ങളാണ് കേട്ടത്? ചായക്കടക്കാരനവൻ, വിദ്യാഭ്യാസം ഇല്ലാത്തവൻ, ഇംഗ്ലീഷ് അറിയാത്തവൻ, എന്തെല്ലാം പറഞ്ഞു. വലിയ കുടുംബ പാരമ്പര്യമില്ല, കാശില്ല, ബാങ്ക് ബാലൻസ് ഇല്ല. അവർ 75 കൊല്ലക്കാലത്തെ ഇന്ത്യയുടെ ചരിത്രത്തിലെ കാര്യമാണ് ഞാനീ പറയുന്നത്. പൊളിറ്റിക്കൽ ഡെമോക്രസി ഉണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് സംഭവിക്കുന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ സാമ്പത്തിക രംഗത്ത് എന്താണ് അവസ്ഥ? സാമൂഹിക രംഗത്ത് എന്താണ് അവസ്ഥ? സിംപ്ലി രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ ഇതുവരെ രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് പോകുന്നതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോഴും എത്തിയിട്ടില്ല അവിടെ. രാഷ്ട്രീയ രംഗത്തെക്കുറിച്ച് പറഞ്ഞാൽ അവിടെ കുറേയൊക്കെ ഉണ്ട്. സാമ്പത്തിക രംഗത്തോ ഈ ദളിത പിന്നാക്ക ജനവിഭാഗങ്ങൾ ഇങ്ങോട്ട് ഇപ്പോഴും വന്നിട്ടില്ല. സാമ്പത്തിൻ്റെ ഉടമകളായിട്ട് മാറി. നമ്മൾ ഏത് മേഖലയിലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രഥമ ദൃഷ്ടിയ തന്നെ കാണാം, നമുക്ക് കാണാവുന്നതാണ്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ജുഡീഷ്യറിയിൽ ഭയാനകമാണ്. ജുഡീഷ്യറിയിൽ വേറൊന്നും കൂടിയുണ്ട്, നെപ്പോട്ടിസവും കൂടിയുണ്ട്. ഇവർ എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ജഡ്ജിയുടെ കുടുംബത്തിൽപ്പെട്ട അനന്തരക്കാർ ജഡ്ജാകാൻ യോഗ്യനാണ് എന്ന് നിശ്ചയിക്കുന്നത്? എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് ജഡ്ജസ് നാഷണൽ ജുഡീഷ്യൽ കമ്മീഷൻ ആക്ട് വന്നത്. ആ ആക്ട് ഇവർ സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. പകരം എന്ത് പറഞ്ഞവർ? ഞങ്ങൾ തന്നെ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. ഇവർ രാജ്യത്തെ ഒരു സഹകരണ സംഘത്തിലെ നിയമനം ശരിയല്ലെങ്കിൽ റദ്ദാക്കുന്ന. ഇനി വേറൊന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, എന്നാലും ഞാൻ പറയണ്. ദീർഘകാലം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളെ എടുത്തിരുന്നതും പ്രൊഫസർമാരെ തീരുമാനിക്കുന്നതും പ്രൊഫസർമാർ തന്നെയാണ്. അങ്ങനെ പ്രൊഫസർമാരെ തീരുമാനിച്ചപ്പോൾ 90% പേരും ബ്രാഹ്മണരായിരുന്നു. അവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരുമായിരുന്നു. ബാക്കി ആരും വന്നിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ല, നമ്മൾ നോക്കുമ്പോൾ ഈ സാറ് പറഞ്ഞത് ശരിയാണ്. ജുഡീഷ്യറിയിൽ എടുത്ത് നോക്കുക. ഇപ്പോൾ ഈ കേരള ഹൈക്കോടതിയോ ഏത് ഹൈക്കോടതിയോ അല്ലെങ്കിൽ സുപ്രീം കോടതി കോടതിയോ ജനസംഖ്യ ആനുപാതികമായിട്ട് റെപ്രസെൻറ്റേഷൻ ഇല്ല. അല്ല, അവർക്കും കൂടി റെപ്രസെൻറ്റേഷൻ കിട്ടണം. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് റെപ്രസെൻറ്റേഷൻ ഇല്ലെങ്കിൽ, ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്തത് എന്താണെന്നറിയാമോ? ഇന്ത്യയിലെ എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും പ്രാതിനിധ്യമുള്ള ജനകീയ പ്രസ്ഥാനമായിരിക്കണമെന്നാണ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇതിൽ വന്ന സമയത്ത് ഇങ്ങനെ എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യമുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ആരോപണം ഞാനല്ല ഉന്നയിക്കുന്നത്, അംബേദ്കറാണ്. അത് ശരിയല്ലേ? ഇന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല അത്. അപ്പോൾ ഭരണഘടനയുടെ 75 വർഷം നമ്മൾ ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ഈ കാര്യങ്ങൾ കൂടി നമ്മൾ അന്വേഷിക്കേണ്ടത്. ജസ്റ്റിസ് ഡെലിവറിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏതായാലും എനിക്ക് തോന്നുന്നത് നമ്മൾ 75ാം വാർഷികം അഭിമാനത്തോടെ ആഘോഷിച്ചപ്പോൾ
ഇന്ന് തന്നെയാണ് സുനിൽകുമാർ എന്ന് പറയുന്ന ഈ ജയിലറുടെ ലേഖനം വന്നത്. ഈ ലേഖനം ഇൻ്റർവ്യൂ ആണ് വന്നേക്കുന്നത്. അതെ, ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂ വന്നത്. കാരണം അതിൽ പറയുന്നുണ്ട് ഇവരൊക്കെ പുറത്തേക്ക് പോകുന്നു. ഇപ്പോൾ ഇവിടെ നേരത്തെ സുനിൽ ചൂണ്ടിക്കാണിച്ചില്ലേ, ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളൊക്കെ വളരെ സിമ്പിളായിട്ട് നടക്കുന്നു. അവർക്ക് വേണ്ടി വാദിക്കാൻ വക്കീലന്മാരുണ്ട്. ഞാൻ ഓർക്കുന്നത് ഒരു വലിയ സാഹിത്യ പ്രതിഭ, മാനവിക സാഹിത്യത്തിൻ്റെ മകുടോദാഹരണം, കൊച്ചിയിൽ വന്നിട്ട് ഗസ്റ്റ് ഹൗസിലിരിക്കുന്നു. അപ്പോൾ കൊച്ചിയിലുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അവിടത്തോളം എത്തുന്നു. അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഒരു കൊലക്കേസിൽ ഉൾപ്പെട്ട 2 പ്രതികൾ അദ്ദേഹത്തിൻ്റെ മുറിയിലുണ്ടായിരുന്നു. അവരന്ന് എറണാകുളത്ത് താമസിക്കുകയാണ്. ഞാൻ പേര് പറയുന്നില്ല, അത് എൻ്റെ മാന്യത കൊണ്ടാണ് എന്ന് അദ്ദേഹം ഇത് കേൾക്കുമ്പോൾ ധരിക്കണം. കാരണം അവരിങ്ങനെ സ്വതന്ത്രമായി അവർ വിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു വിദ്യാർത്ഥി നേതാവ് 16 കേസിൽ പ്രതിയായിട്ട് ഹിസ്റ്ററി ഷീറ്റർ എന്നൊരു വാക്കുണ്ടല്ലോ ഇംഗ്ലീഷിൽ, അത് ഉപയോഗിക്കേണ്ട ഒരു കേസാണ്. അയാൾ വളരെ സ്വതന്ത്രമായിട്ട് വിഹരിക്കുകയാണ്. പോലീസ് പറഞ്ഞാൽ ഞങ്ങൾ കാണുന്നില്ലെന്നാണ്. പോലീസിൻ്റെ കൺമുന്നിൽ വന്ന് പോലീസുകാരെ ചീത്ത വിളിക്കുന്നു. രണ്ട് പോലീസ് പറഞ്ഞാൽ ഇതാളാണ്, ഞങ്ങൾ കണ്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അധികാരവും സമ്പത്തും ഉള്ളവന് എന്തും ചെയ്യാവുന്ന ഒരവസ്ഥയിൽ നീതി നടപ്പാക്കപ്പെടില്ല. അതാരെന്ത് പറഞ്ഞാലും നീതി നടപ്പാക്കപ്പെടില്ല. ഏതായാലും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ ദിവസം സവിശേഷമായ ദിവസമാണെന്ന് ഒരിക്കൽ കൂടി പറയാം. അന്ന് ഈ ചർച്ച നമ്മൾ ചെയ്യുന്നത് ആരെങ്കിലും ഇതൊന്ന് അല്ല, ഇത് ഓർമ്മപ്പെടുത്താൻ, ഇത് ഈ വസ്തുതകൾ കൂടി നമ്മൾ അഭിസംബോധന ചെയ്യേ പറ്റുള്ളൂ. ആരുടെയെങ്കിലും നമ്മുടെ ഈ രാജ്യം അതിൻ്റെ ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു ഔന്നത്യത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യം നമ്മുടെ കാതുകളിൽ ചെയ്യണം. ഇത് എത്തണം, ഇത് നമ്മുടെ ഓർമ്മയിലുണ്ടാവണം. അതിന് എന്തെല്ലാം ന്യായങ്ങൾ പറയാം. ഞങ്ങൾക്ക് അത്ര ചെയ്യാൻ പറ്റുള്ളൂ, സുപ്രീം കോടതി അതാണ്, സുപ്രീം കോടതി ഇതാണ്, സുപ്രീം കോടതി സാമ്പിൾ കേസുകൾ എടുത്തിട്ടാണ്. എന്നാൽ മറ്റു സംവിധാനം ഉണ്ടാക്കണം. വില്ലേജ് കോടതികളെക്കുറിച്ച് ഗവൺമെൻറ് പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞത് ആരാ പറഞ്ഞത്? നിങ്ങളുടെ തീരുമാനം നടപ്പാകുന്നു എന്ന ഘട്ടം വരെ എത്തിയതാണ്. വില്ലേജ് കോടതികൾ പറ്റില്ല എന്ന് പറഞ്ഞു, അത് ഡൈല്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇവരൊന്നും ഡൈല്യൂട്ട് ചെയ്തിട്ടില്ലല്ലോ. ഏതായാലും ഇത് ഒരു വലിയ ഒരു ദുരന്തമാണ്. കാരണം നമ്മളിപ്പോൾ ഈ അവശ്യ സർവീസുകൾ എന്ന് പറയുക, പാല്, പത്രം, ആംബുലൻസ് ഒക്കെ അവശ്യ സർവീസാണ്. മനുഷ്യാവകാശത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് ഉദ്ഘോഷിക്കുകയും ചെയ്യും. സത്യത്തിൽ കോടതികളും 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ടതാണ്. അതും അവശ്യ സർവീസ്, അവശ്യ സർവീസാണ്. അതും അവശ്യ സർവീസ്. കാരണം ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു, വെള്ളിയാഴ്ച വൈകുന്നേരം, സെക്കൻഡ് സാറ്റർഡേക്ക് തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്താൽ മിനിമം 2 ദിവസം ഇവനെ അകത്തിടാം എന്ന് തീരുമാനിക്കുന്ന, അകത്തിട്ടിരിക്കാം, അതെ എന്ന് കരുതുന്നൊരു സംവിധാനം നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഉണ്ട്. അകത്തിട്ടിരിക്കാം. പിന്നെ ഇപ്പോഴും ഉണ്ടല്ലോ സാർ. അതായത് പണ്ട് ജഡ്ജിമാരൊക്കെ സായിപ്പന്മാരായിരുന്ന കാലത്ത് അവർ 2 മാസത്തെ അവധിക്ക് ഇംഗ്ലണ്ടിലേക്ക് പോകുമായിരുന്നു. ഇപ്പോഴും നമുക്ക് കോടതികൾക്ക് വെക്കേഷൻ. എന്തിനാണ് അവർ ഇങ്ങനെ പോകണമെന്നൊരു പിടിയും കിട്ടിയിട്ടില്ല, വെക്കേഷൻ. അപ്പോൾ ഏതായാലും ഇനിയും നമുക്ക് നമ്മുടെ തീവണ്ടി ഒറ്റപ്പാളത്തിൽ ഓടുകയാണ്. ജനാധിപത്യപരമായ, അത് പൊളിറ്റിക്കൽ ഡെമോക്രസിയിൽ മാത്രം ഓടുകയാണ്. സാമ്പത്തിക സമത്വം എന്നുള്ള ഒരു സാമ്പത്തിക, സാംസ്കാരിക, സാമൂഹിക സമത്വം എന്നുള്ള പാളങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.